കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇന്ന് ഭഗവാന് ശംഖാഭിഷേകം കാണാനുള്ള ഭാഗ്യമാണ് ഉണ്ടായത് കേട്ടോ. അതായത് നിർമ്മാല്യ ദർശനം കഴിഞ്ഞ് കുറച്ചും കൂടിയും കഴിഞ്ഞു, അപ്പോഴേക്കാണ് അവിടെ എത്തിയത്. അപ്പോൾ ഭഗവാന് ആ ശംഖാഭിഷേകം ചെയ്യാണ്. അതായത് രണ്ട് തിരുമേനിമാർ അപ്പുറവും ഇപ്പുറവും നിന്നിട്ടേ ഭഗവാന്റെ ആ മഹാപ്രഭുവായ ആ ചതുർബാഹുവായ ആ വിഗ്രഹത്തിൽ ആ മണിക്കിണറിലെ ജലം കൊണ്ടിങ്ങനെ അഭിഷേകം ചെയ്യുകയാണ്. അതാണിപ്പം ഇന്നത്തെ രാവിലത്തെ ഒരു കാഴ്ച. ഭഗവാനെ കാണാൻ പോയപ്പോൾ എന്താ വെച്ചാൽ വേറെ ആടയാഭരണങ്ങളൊക്കെ എടുത്തു മാറ്റി അതിന് ശേഷമുള്ള ആ ഒരു കാഴ്ചയാണത്. ആ വാകച്ചാർത്ത് കഴിഞ്ഞതിന് ശേഷം അത് കുറച്ച് നേരം ഉണ്ട്. അങ്ങനെ ആ തീർത്ഥജലം കൊണ്ട് ഇങ്ങനെ അഭിഷേകം ചെയ്യുകയാണ്. അത് നല്ലൊരു കാഴ്ച. അവർ മന്ത്രം ചൊല്ലിയിട്ട് ഇങ്ങനെ രണ്ടാൾ അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഇങ്ങനെ ആ ശംഖിലിങ്ങനെ തീർത്ഥജലം നിറച്ച് ഇങ്ങനെ ഭഗവാനെ അഭിഷേകം ചെയ്യുക. അത് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതും വളരെ അപൂർവമായിട്ടൊക്കെ തന്നെ കിട്ടുള്ളൂ ഇങ്ങനെ. കാരണം ഓരോ സമയം ഉണ്ടല്ലോ, ആ സമയത്തുള്ള ഒരു കാഴ്ചയാണത്. അതൊന്ന് ഭഗവാന്റെ കൃപയാൽ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. ആ മണിക്കിണറിലെ ജലമാണ്, ആ തീർത്ഥജലമായിട്ടിങ്ങനെ മഹാപ്രഭുവിൻ്റെ ആ വിഗ്രഹത്തിലേക്ക് ഈ രാവിലത്തെ ഈ സമയത്തൊക്കെ നേരെ നമുക്ക് കാണാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. എന്താ വെച്ചാൽ ആ കറുത്ത ഒരു വർണ്ണം മാത്രമാണ്. അപ്പോൾ ആ ചെറിയ ഒരു വിളക്കിൻ്റെ ആ ഒരു ഇതിലാണ് കാണുള്ളൂ. അതായത് ഫുൾ പ്രഭയിൽ നമുക്ക് കാണാൻ കഴിയില്ല. കളഭാലങ്കാരം ഇതൊക്കെ വരുമ്പോഴേക്ക് ഫുള്ള് പ്രഭ ആയി. കാരണം എല്ലാ നെയ്വിളക്കും കത്തി. ഇത് അത്രയ്ക്ക് ആവില്ല. ഇത് അതേമാതിരി വിഗ്രഹത്തിൻ്റെ ആ ഒറിജിനൽ വിഗ്രഹമാണല്ലോ. അപ്പോൾ അതിന്മേൽ വേറെ ഒന്നുമില്ല. ഭഗവാനെ കുളിപ്പിക്കുന്ന ഇതാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ കാഴ്ചയാണ് കാണുന്നത്. അതെന്തായാലും ഇന്ന് കാണാൻ പറ്റി. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു കാഴ്ച എത്തട്ടെ. എല്ലാവരും ഗുരുവായൂരപ്പനെ മനസ്സ് നിറഞ്ഞ് എല്ലാവരെയും ഗുരുവായൂരപ്പൻ കാത്ത് രക്ഷിക്കട്ടെ. എപ്പോഴും ഗുരുവായൂരപ്പൻ്റെ തുണ ഉണ്ടാവട്ടെ എല്ലാവർക്കും, എല്ലാ ഭക്തന്മാർക്കും. അപ്പോൾ ഇന്നത്തെ ആ ശംഖാഭിഷേകം കണ്ട ആ ഒരു പ്രതീതി എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിക്കോട്ടെ കേട്ടോ. അവിടെ എത്തി നമ്മൾ ദർശിച്ചു എന്നുള്ളത് ഇതാണ്. ഈ സമയത്ത് ഉള്ള ആ ശംഖാഭിഷേകം നമ്മൾ കണ്ടു. അതിൻ്റെ ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടി എന്നുള്ളൊരു ചിന്ത ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.